ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABODCR എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ഫയൽ കൊടുക്കാനായിട്ട് ഗാവോ ഇപ്പോൾ ഹുവായോങ്ങിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ അവൻ്റെ ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൻ പക്ഷേ എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കണ്ട, കൊടുത്തിട്ട് പെട്ടെന്ന് പോകാമെന്ന് കരുതിയിട്ട് ഡോറിൽ തട്ടുന്നുണ്ട്. ഹുവായോങ് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ സമയം ഷെന്നും അകത്ത് നിൽക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. ഷെന്നിന് ഒന്നാമതേ ഒമേഗാസിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് അവന് കിട്ടണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫയൽ കൊടുത്തിട്ട് അവൻ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഷെന്ന് ഇവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരികയാണ്. ഷെന്നാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്താ ഇത്ര ധൃതിയിൽ പോകാൻ നിൽക്കുന്നത്? നിൻ്റെ പാർട്ട്ണറിനെ നോക്കാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനൊരു പാർട്ട്ണർ ഉണ്ട് എന്നാണ് ഇവരെല്ലാവരും കരുതിയിരിക്കുന്നത്. ആ സമയം അവനാണെങ്കിൽ അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷെന്നിന് ഇവൻ്റെ ഒമേഗ സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷെന്നിന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഇനി നാളെ ഓഫീസിൽ വരുന്ന ടൈമിനൊക്കെ തന്നെ നന്നായിട്ട് കുളിച്ചിട്ട് വേണം വരാൻ. എനിക്ക് നിൻ്റെ ഒമേഗ സ്മെല്ല് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഷെന്ന് അകത്തേക്ക് കയറി പോകുമ്പോൾ ഹുവായോങ് ആണെങ്കിൽ ഷെന്നിൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഷെന്നും ഷുവായും തമ്മിലുള്ള ചാറ്റെല്ലാം നോക്കുന്നത് നമ്മുടെ ഷെന്ന് കാണുന്നുണ്ട്. ഷെന്നങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം തന്നെ അത് കുറേ പ്രാവശ്യം നോക്കിയില്ലേ, ഇനി എന്ത് കാണാനാണ് അതിൻ്റെ അകത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ഫോൺ ഇങ്ങനെ തിരിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ആണെങ്കിൽ ഫോൺ തിരിച്ചു കൊടുക്കുന്നില്ല. ആ ഒരു ടൈമിന് ഷെന്നാണെങ്കിൽ, നീയാണെങ്കിൽ നിൻ്റെ സാധനങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ രാവിലെ തന്നെ നീ വിളിച്ചു വരുത്തി. പക്ഷേ നീ എന്തിനാണ് ഈ ഒരു വീട് ചൂസ് ചെയ്തത്? നിനക്ക് വേറെ വീടൊന്നും കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവായോങ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തേ ഈ വീട് അടിപൊളിയല്ലേ? ഈ വീട്ടിൽ ഞാൻ താമസിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ ഒരു പാവപ്പെട്ട പയ്യനെ പോലെ തോന്നത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാ ടൈമിന് ഈ വീട് അത്രയ്ക്ക് അടിപൊളിയാണെങ്കിൽ ഷുവായുവിനെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് താമസിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവായോങ് ആണെങ്കിൽ, എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? പിന്നെ നീ എന്തിനാ ഗാവോരെടുത്ത് അവൻ്റെ സ്മെല്ല് കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്? അവൻ്റെ സ്മെല്ല് അത്രയ്ക്ക് മോശമൊന്നും ആയിരുന്നില്ല, നീ അങ്ങനെ പറയണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാ ടൈമിന് ഞാനങ്ങനെ പറഞ്ഞാൽ നിനക്കെന്താ എന്നിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവരുടെയും മുന്നിൽ ഗാവോ താനൊരു ബീറ്റയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് കണ്ടതുമാണ്. എന്നാൽ ഈ ഒരു കോൺവെർസേഷനിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗാവോ ഒരു ഒമേഗയാണെന്നുള്ള കാര്യം ഷെന്നിന് അറിയാമെന്ന്. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഹുവായുവിനും അതറിയാമെന്നാണ്. എന്തായാലും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷുവായു ആണെങ്കിൽ അവൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഇരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മരുന്നിന് തീരെ റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇവനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്ന മരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഫെറോമോൺ ഗ്ലാൻഡ് ക്യാൻസർ, അതിനെതിരായിട്ടുള്ള ഒരു മരുന്നാണ്. അതേ അസുഖം തന്നെ ഷുവായുവിൻ്റെ അച്ഛനും ഉള്ള കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സോ ഇപ്പോൾ മെയിനായിട്ട് അവനെ മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് തന്നെ അവൻ്റെ അച്ഛനെ ഒന്ന് ഓക്കെ ആക്കാനാണ്. പിന്നെ ഇവൻ നടത്തുന്ന കമ്പനി എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽസ് ആണെന്നൊക്കെ പറയാം. അതായത് മരുന്ന്, ഡ്രഗ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി. പക്ഷെ അവരാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് മാത്രം കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. കറക്റ്റായിട്ട് ഒരു മരുന്നിനുള്ള റിസൾട്ടും കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷെന്നാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ്റെ അടുത്ത്, ഞാനാണെങ്കിൽ ഇഷ്ടംപോലെ പൈസ ഇറക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ടീമിനെ വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യ്, എനിക്കാണെങ്കിൽ ഈ റിസൾട്ടല്ല കേൾക്കേണ്ടത്, മരുന്ന് കണ്ടുപിടിച്ചു എന്നൊരു കാര്യമാണ് കേൾക്കേണ്ടത്, എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കാനുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷെന്നിൻ്റെ കമ്പനിയിൽ അവൻ പോയിട്ട് ആ ഒരു റിസൾട്ടൊക്കെ തരുമോ എന്ന് ചോദിച്ചതും ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഷെന്നിൻ്റെ കമ്പനി മരുന്നൊക്കെ കണ്ടുപിടിക്കുന്ന കമ്പനിയാണ്. ഷെന്നിൻ്റെ കമ്പനിയും എക്സ് ഹോൾഡിങ്സ് എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്നിട്ട് ഈ ഒരു അസുഖത്തിനുള്ള മരുന്നിൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് ഇവനും അറിയാം. പക്ഷേ ചോദിച്ചപ്പോഴത്തേക്കും ഷെന്നാണെങ്കിൽ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ആ ഒരു കാര്യവും ഇപ്പോൾ ഷുവായു ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി താൻ ഷെന്നിനെ കാണുവാണെങ്കിൽ മേ ബി ഷെന്നിൻ്റെ കാല് പിടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. എന്നാൽ തനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ടീമിനെ വിളിച്ചു ചേർത്തിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ ആ ഒരു പയ്യനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യൻ, ഓക്കെ, ഞാനാണെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുവാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ഷുവായുവിൻ്റെ ഒരു ഫ്രണ്ട് അവനെ കോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു ഫ്രണ്ടിനെ തന്നെയാണ്. അയാളുടെ പേര് ബോക്കിയോ എന്നാണ്. ബോക്കിയോ ആണെങ്കിൽ ഇപ്പോൾ കോൾ ചെയ്തിട്ട്, നീയാണെങ്കിൽ ഇന്ന് നൈറ്റ് ക്ലബ്ബിലേക്ക് വാ, നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഷുവായു ആണെങ്കിൽ എനിക്കിതിന് ടൈമൊന്നുമില്ലെന്ന് പറയുമ്പോൾ ബോക്കിയോ ആണെങ്കിൽ എക്സ് ഹോൾഡിങ്സ് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന പയ്യനാണെങ്കിൽ ഈ ഒരു ക്ലബ്ബിലേക്ക് ഇന്ന് വരുമെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. നീ വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ഉടനെ തന്നെ ഷുവായു ഓക്കെ എന്ന് പറയും കോൾ കിട്ടിയുന്നുണ്ട്. മെയിൻ ലക്ഷ്യം അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആ മരുന്ന് കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ അവൻ നൈറ്റ് ആകുമ്പോഴത്തേക്കും ക്ലബ്ബിലേക്ക് പോകുന്നുണ്ട്. ഒത്തിരി നേരം ബോക്കിയോൻ്റെ കൂടെ
കൂടെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു എക്സ് ഹോൾഡിംഗ് കമ്പനിയിൽ ഒരാളെ പോലും അവൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ ബോക്കിയാണെങ്കിൽ അവനെ തടഞ്ഞു വെച്ചിട്ട് നീ ഇവിടെ ഇരിക്ക്, UKW വന്നാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷുവായു ആണെങ്കിൽ UKW അതെന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ബോക്കിയോ ആണെങ്കിൽ അവന് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു എക്സ് ഹോൾഡിങ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പഴയ പേര് ബെയ്ചാവോ ഹോൾഡിങ്സ് എന്നാണ്. ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ആളുടെ ഏറ്റവും ഇളയ മകനാണെങ്കിൽ പിന്നീട് ഈ ഒരു കമ്പനി ഏറ്റെടുത്തു. ആ പയ്യനാണ് ഈ ബെയ്ചാവോ ഹോൾഡിങ്സ് എന്ന പേര് മാറ്റിയിട്ട് അതിന് എക്സ് ഹോൾഡിങ്സ് എന്ന പേരിട്ടത്. ആ പയ്യൻ വന്നതിന് ശേഷമാണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയതും ഈ കമ്പനി ഇത്ര ഫേമസ് ആയതും. എന്നാൽ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പയ്യൻ്റെ ഐഡൻറ്റിറ്റി അവൻ ഇതുവരെയായിട്ട് പുറത്ത് റിവീൽ ചെയ്തിട്ടില്ല. അവൻ്റെ പേരെന്താണെന്നോ കാണാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നോ അവൻ ആരാണെന്നോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് അവനെ UKW എന്നൊക്കെ വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു ആൻസറിനില്ലാത്തൊരു പയ്യനായിട്ടാണ് അറിയപ്പെടുന്നതെന്ന്. യുവായുവിന് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യനെക്കുറിച്ച് അവൻ കുറേ കുറ്റം പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആ ഒരു ക്ലബ്ബിൽ തന്നെ ഒരു വെയിറ്ററായിട്ട് ഹുവായങ് വർക്ക് ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഹുവായങ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ ഓർഡർ ചെയ്ത് ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു പയ്യനാണെങ്കിൽ ഇവനെ കണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ എൻ്റെ കൂടെ വന്നിരുന്ന് ഡ്രിങ്ക് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ആണെങ്കിൽ ഇല്ല സാർ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും ഹുവായുവിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് നീ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒമേഗയായിട്ടുള്ള ആൾക്കാരെയും കൂടെ ഒരു 1 നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനൊക്കെ ബോക്യു പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ആരെയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന ടൈമിന് തന്നെയാണ് കറക്റ്റ് ഹുവായങ്ങും ആ ഒരു പയ്യൻ്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ ആ ഒരു പയ്യൻ അവനെ വിടുന്നുണ്ടായിരുന്നില്ല. ഷുവായുവിനെ കണ്ടതും ഹുവായങ്ങാണെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ പറയുന്ന ടൈമിന് അവൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ടാകാം അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഷുവായു ആണെങ്കിൽ അവനെ മാറ്റി നിർത്തിയിട്ട് ആ ഒരു പയ്യനെ നോക്കുന്നുണ്ട്. ആ ഒരു പയ്യനുമായിട്ട് ഇവൻ സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. പകരം ഷുവായു ആണെങ്കിൽ അവൻ്റെ ബോഡിയിൽ നിന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഷുവായുവും ഒരു ആൽഫയാണ്, ആ ഒരു പയ്യനും ഒരു ആൽഫയാണ്. എന്നാൽ ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫാസിലും 2 ടൈപ്പ് ഉണ്ട്. എസ്റ്റേർ ആൽഫ എന്ന് പറഞ്ഞിട്ടും ഒരു സംഭവമുണ്ട്. അതായത് നോർമൽ ആൽഫേനേക്കാളും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന ഒരു ലെവലാണ് എസ്റ്റേർ ആൽഫ. ഷുവായു ആണെങ്കിൽ ഒരു എസ്റ്റേർ ആൽഫയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഹോർമോൺസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ലും പവറും കാരണം മറ്റേ പയ്യന് എന്തൊക്കെയോ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. ഹുവായെങ്കിലും എന്തൊക്കെയോ ഫീൽ ചെയ്യുന്ന പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഹുവായോ ഇങ്ങനെ ആ ഒരു പയ്യൻ്റെ അടുത്ത് നിന്ന് ഷുവായു രക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഷുവായു ആണെങ്കിൽ ആ ഒരു ക്ലബ്ബ് നടത്തിക്കൊണ്ട് പോകുന്ന മാനേജറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഷുവായു ഫേമസ് ആയിട്ടുള്ളൊരു പയ്യനായതുകൊണ്ട് തന്നെ ഈ മാനേജറിന് അവനെ നേരത്തെ അറിയാം. അവൻ വന്ന ദിവസം തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനും ഇങ്ങനൊരു കാര്യം നേരെ നോക്കിക്കൊണ്ട് പോകാത്തതിനും സോറി പറയുന്നുണ്ട്. പിന്നെ ഹുവായെങ്ങനെയും ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നുണ്ട്. അതിനുശേഷം ഷുവായു ആണെങ്കിൽ പോകാനായിട്ട് ഇറങ്ങുന്നതും ഹുവായങ്ങാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തരുമോയെന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അവൻ തിരിച്ചാണെങ്കിൽ എന്തിനാ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണോ? എങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരുന്നില്ല. അല്ലെങ്കിൽ ഞാനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അത് നടക്കാൻ പോകുന്നില്ല. ഷെന്നിൻ്റെ അടുത്ത് നീ ഫ്ലേർട്ടിങ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവുമായിരിക്കും, പക്ഷേ എൻ്റെ അടുത്ത് അത് വർക്കാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഇത്രയും നേരം പാവം പോലെ ഇരുന്ന ഹുവായങ്ങിൻ്റെ മുഖം പെട്ടെന്ന് മാറിയിട്ട് അവൻ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഷുവായു ആണെങ്കിൽ കമ്പനിയിൽ ഇരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് ഹുവായങ്ങാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് എന്തോ ഒരു ലെറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെറ്റർ അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ ഇപ്പോൾ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു മോതിരം അതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഒരു പേപ്പറും ഉണ്ടായിരുന്നു. പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുപോയ മോതിരമാണിത്. എനിക്കിതിലോട്ട് തിരിച്ചു തരാൻ പറ്റിയില്ല. അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിച്ചത്. പിന്നെ ഇന്നലെ എന്നെ ആ ക്ലബ്ബിൽ വെച്ച് ഹെൽപ്പ് ചെയ്തതിനും താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് കിട്ടിയ മോതിരം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ കണ്ടതാണ്. ഇവർ രണ്ടുപേരും ആകെ ഒരിക്കലും മീറ്റ് ചെയ്തിട്ടുള്ളൂ. അതൊരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കണ്ടതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ലെറ്റർ വായിച്ച് കഴിയുന്നതും അവനാണെങ്കിൽ ഉടനെ തന്നെ ആ ലെറ്ററിനെ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൻ എന്തോ ആലോചിച്ചിട്ട് ആ ഒരു ലെറ്റർ തിരിച്ചെടുക്കുന്നുണ്ട്, ഡ്രോയറിൻ്റെ അകത്തേക്ക് വയ്ക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഷുവായുവിനൊരു കോൾ വരുന്നത്. അവൻ്റെ അച്ഛൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരെ അവനും അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഓൾറെഡി അവൻ്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. ബ്രദറാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഡോക്ടർ പോയി കഴിയുന്നതും ഇവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവനെ കാണുമ്പോൾ എന്തോ ബ്രദറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല.
ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറയുന്നുണ്ട്, നീയാണെങ്കിൽ അച്ഛനെ കെയർ ചെയ്യാറില്ലല്ലോ, കമ്പനി കാര്യം മാത്രമല്ലേ നോക്കത്തുള്ളൂ, നിനക്ക് കമ്പനി മാത്രം മതിയല്ലോ, പൈസയല്ലേ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവായുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശിവായുവിനും ഇഷ്ടപ്പെടുന്നില്ല, അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യനും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റൻ്റ് പയ്യൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയും നിങ്ങൾ പറയുന്ന പോലെയും നല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിന് ശിവായുവിൻ്റെ ബ്രദർ അതൊക്കെ പറയാൻ നീ ആരാണെന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ മാറ്റി നിർത്തുന്നുണ്ട്. ആ സമയം ശിവായു തന്നെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ തർക്കമാവുന്നുണ്ട്. അവർ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രണ്ടുപേരും സ്റ്റെപ്പ് ബ്രദേഴ്സാണ്, രണ്ടുപേർക്കും വേറെ വേറെ അമ്മമാരാണുള്ളത്. എന്തായാലും ആ ഒരു സംസാരം കഴിയുന്നതും ശിവായു ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റുമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ കയറി പോകുന്ന ടൈമിന് ഏതോ ഒരു ഫ്ലോർ എത്തുമ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഹുവായങ്ങിനെ ഇവൻ കാണുന്നുണ്ട്. ഹുവായങ്ങ് ശിവായുവിനെയും കാണുന്നുണ്ട്. പിന്നെ ശിവായു ആ ഒരു ലിഫ്റ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ അത് കയറുന്നില്ല, മാറി നിൽക്കുകയാണ്. എന്നാൽ ശിവായു കയറാൻ പറയുന്നതുകൊണ്ട് തന്നെ പിന്നെ ഹുവായങ് താങ്ക്സ് പറഞ്ഞിട്ട് കൂടെ കയറി നിൽക്കുന്നുണ്ട്. ഹുവായോങ്ങിൻ്റെ കൂടെ ഒരു ഡോക്ടറും കയറി നിൽക്കുന്നുണ്ട്. ആ ഡോക്ടറാണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിച്ച് വരുമായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ നിന്നുകൊണ്ട് ആ ഡോക്ടർ വീണ്ടും പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് 6 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അടയ്ക്കണം, എന്നാലേ നിൻ്റെ ചേച്ചിയുടെ സർജറി എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചേച്ചിയുടെ കണ്ടീഷൻ ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, നിങ്ങൾ ഫസ്റ്റ് സർജറി ഒന്ന് ചെയ്യാവോ, ഞാൻ എത്രയും പെട്ടെന്ന് പൈസ തരാമെന്ന് പറയുന്നുണ്ട്. എന്താ ഡോക്ടറാണെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്, എന്നാൽ ഈ ഹോസ്പിറ്റലിൻ്റെ റൂൾസ് വെച്ചിട്ട് പൈസ അടച്ചിട്ടേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ, എത്രയും പെട്ടെന്ന് പൈസ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ഫ്ലോറിൽ ഡോർ ഓപ്പൺ ആവുന്നതും ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും മാത്രം ആ ഒരു ലിഫ്റ്റിൽ നിന്ന് പോവുകയാണ്. ഒരു ടൈമിൽ ഡോക്ടറുമായിട്ടുള്ള ഹുവായങ്ങിൻ്റെ സംസാരം ശിവായു കേട്ടുകൊണ്ട് തന്നെ അവനിപ്പോൾ ഹുവായങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ രാവിലെ ഫുള്ള് ഷെന്നിൻ്റെ ഓഫീസിൽ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, നൈറ്റാണെങ്കിൽ അവിടെ ക്ലബ്ബിൽ വന്നിട്ട് എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും നിന്നെക്കൊണ്ട് 6 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് ഹുവായങ്ങാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനാണെങ്കിൽ ഷെന്നുമായിട്ട് ഫ്ലേർട്ടൊന്നും ചെയ്യുന്നില്ല, മര്യാദയ്ക്ക് ജോലി ചെയ്യുവാണ്, പിന്നെ എൻ്റെ സാലറി കുറവാണ്, കാരണം ഞാൻ ഇപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്തതേ ഉള്ളൂ, പിന്നെ ക്ലബ്ബിലാണെങ്കിൽ ഞാനാണെങ്കിൽ വേറെ പരിപാടിയൊന്നും കാണിക്കുന്നില്ല, മര്യാദയ്ക്ക് ഒരു വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിയുന്നതും ശിവായു ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ്റെ അടുത്ത് അവൻ്റെ ചേച്ചി ഏത് റൂമിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കണ്ടിട്ട് ശിവായു ആണെങ്കിൽ ഹുവായങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു 6 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ പേ ചെയ്തു എന്നാണ് തോന്നുന്നത്. എന്തായാലും പിന്നീട് കാണിക്കുന്ന ഗാവോയിനെയാണ്. ഗാവോ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ആ ഒരു 6 ലക്ഷം രൂപ അടയ്ക്കുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഗാവോയുടെ ചേച്ചിയാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ഹുവായങ്ങിൻ്റെ ചേച്ചിയല്ല. അവൻ എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്നും അറിയത്തില്ല. എന്തായാലും ഗാവോ ഇപ്പോൾ വന്നിട്ട് ഒരു ക്യാഷ് അടയ്ക്കാനായിട്ട് തനിക്ക് കുറച്ച് ടൈം വേണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ കൗണ്ടറിൽ ആ ഒരു പെൺകുട്ടി ഓൾറെഡി ആ ക്യാഷ് ഒരാൾ അടച്ചു, ഒരു ആൽഫയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഇവൻ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവൻ്റെ ഊഹം അത് ഷെന്നാവാനാണ് ചാൻസ് എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കമ്പനിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഷെന്നിൻ്റെ അടുത്ത് അതിൻ്റെ കാര്യം പറഞ്ഞ് താങ്ക്സ് പറയുന്നുണ്ട്. എന്നാൽ ഷെന്നാണെങ്കിൽ താൻ അത് അടച്ചില്ല എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ കുഴപ്പമില്ല, നീയാണെങ്കിൽ ആ പൈസ തിരിച്ച് തന്നില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, കമ്പനിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഇൻഹിബിറ്റർ യൂസ് ചെയ്തിട്ട് വേണം വരാൻ, നിൻ്റെ ഒമേഗയുടെ സ്മെല്ല് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുത്, പിന്നെ ഇനിയിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, വേഗം അതിന് വേണ്ടിയിട്ട് പോയി റെഡി ആവാനായിട്ട് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റാണെങ്കിൽ ശിവായു ആണെങ്കിൽ ഒരു ഒമേഗയായിട്ടുള്ള പെൺകുട്ടീനെയും കൊണ്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ക്ലബ്ബിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു പെൺകുട്ടീനെയും കൊണ്ട് വരുന്നതാകുമ്പോഴത്തേക്കും ഓക്കെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്കിതിപ്പോൾ എന്താ പറ്റിയത്, നീ സാധാരണ അങ്ങനെ ഒമേഗാസ് ആയിട്ടുള്ള ആരെയും കൊണ്ടുവരാറില്ലല്ലോ എന്നൊക്കെ. അവൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിയുടെ ബോഡി സ്മെല്ല് ഫ്ലോറൽ സെൻ്റായിരുന്നു. സാധാരണ ആ സെൻ്റുള്ള ഒമേഗാസിനെ ശിവായുവിനാണെങ്കിൽ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടും ബോക്കിയോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇവനാണെങ്കിൽ പെട്ടെന്ന് ആലോചിക്കുന്നത് ഹുവായങ്ങിനെ പറ്റിയിട്ടാണ്. ഹുവായങ്ങിൻ്റെ സ്മെല്ല് ഫ്ലോറൽ സെൻ്റാണെന്ന് തോന്നുന്നു. എന്തായാലും അവനെക്കുറിച്ച് ആലോചിച്ചിട്ട് ശിവായു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഫ്ലോറൽ സെൻ്റ് ഇഷ്ടമാണെന്ന്. ആ ഒരു ടൈമിന് കറക്റ്റ് ഹുവായങ്ങാണെങ്കിൽ അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നിങ്ങളിപ്പോൾ കോൾ ചെയ്യാൻ പോവാണ്, എനിക്കാണെങ്കിൽ നിങ്ങളുടെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളടുത്ത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ആ ഒരു മെസ്സേജ് അവൻ വായിച്ച് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് ഹുവായങ്ങാണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നുണ്ട്. ഇവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയം അവൻ്റെ തൊട്ടടുത്തേക്ക് ബോക്കി വന്നിരുന്നിട്ട്, ആരാ അത്, അൺനോൺ നമ്പർ ആയിരുന്നല്ലോ, ആരെയാ നീ വിളിക്കുന്നത് എന്നൊക്കെ ഒരു ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോക്കീനെ മാറ്റി നിർത്തിയിട്ട് ഇവനാണെങ്കിൽ ഹുവായങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹുവായങ്ങ്, നീയാണോ എൻ്റെ ചേച്ചിയുടെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും താങ്ക് യു, നീയാണെങ്കിൽ സാറ്റർഡേ ഫ്രീ ആണോ, ഞാനാണെങ്കിൽ അതിന് പകരമായിട്ട് ഫുഡ് വാങ്ങിച്ചെന്ന് ട്രീറ്റ് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശിവായു ആണെങ്കിൽ, സാറ്റർഡേ എനിക്ക് ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ബിസിയാണ്, ഒരു കാര്യം ചെയ്യ്, നീയാണെങ്കിൽ ഞാനുള്ള സ്ഥലത്തേക്ക് വാ, അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം, ഞാനാണെങ്കിൽ അഡ്രസ്സ് അയച്ചു തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ശനിയാഴ്ചയാണെങ്കിൽ അഡ്രസ്സ് അയച്ചു കൊടുത്ത ആ ഒരു ഹോട്ടലിലേക്ക്
ഹുവായോങ് ചെല്ലുമ്പോഴത്തേക്കും അതൊരു വലിയ ഗ്രാൻഡ് ഹോട്ടലായിരുന്നു. കയറിപ്പോണെങ്കിൽ ഇൻവിറ്റേഷനൊക്കെ വേണം. അതൊന്നും തന്നെ അവനറിയത്തില്ലായിരുന്നു. ചെല്ലുമ്പോൾ അവനെ കയറ്റി വിടുന്നില്ല. അവൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതുപോലെ ഷുവായി വിളിച്ചിട്ടാണ് വന്നതെന്ന്. എന്നാൽ അവർ വിശ്വസിക്കുന്നില്ല. കാരണം പലരും ഇതുപോലെ ഷുവായി വിളിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് ഷുവായുവിനെ ഒന്ന് കോൾ ചെയ്യുന്നുണ്ട് അവരെ വിശ്വസിപ്പിക്കാനായിട്ട്. എന്നാൽ ഷുവായു കോൾ എടുക്കുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഷുവായു തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവൻ നോക്കുമ്പോൾ ഷുവായു ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടായിരുന്നു റെഡി ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താനാണെങ്കിൽ അത് ജസ്റ്റ് ഒരു നോർമൽ ഫുഡ് കഴിക്കാൻ പോവുകയാണെന്ന് കരുതിയിട്ട് കാഷ്വൽ ഡ്രസ്സായിരുന്നു ഇട്ടുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഷുവായിയുടെ അടുത്ത് ഞാൻ വരുന്നില്ല, ഞാനാണെങ്കിൽ അതൊരു വലിയ മീറ്റിംഗ് ആണെന്ന് അറിഞ്ഞില്ല, ഞാൻ ജസ്റ്റ് നോർമൽ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, എനിക്ക് നിങ്ങളെ നാണം കെടുത്താനായിട്ട് താല്പര്യമില്ല, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഹുവായെങ്ങനെ ഷുവായു ഒന്ന് മൊത്തത്തിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്കൊരു കുഴപ്പമില്ല ഇനി വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നടന്ന് ആ ഒരു റൂമിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴായാലും വീണ്ടും ഹുവായോങ് ഇതേ സെയിം കാര്യം പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആളാണ്, നീ ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ വില കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ബോക്കി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വാന്ന് പറഞ്ഞിട്ട് ഇവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയിട്ട് ഇവരെല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിന് ഷുവായു ആണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും ഹുവായോങ് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഹുവായോങ്ങിന് അവിടെ ഉണ്ടായിരുന്ന മറ്റാരും തന്നെ അറിയത്തില്ല. കാരണം അവരെല്ലാവരും ഷുവായുവിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് ബോക്കി എഴുന്നേറ്റ് വന്നിട്ട് ഈ പയ്യൻ ആരാ എന്നൊക്കെ നോക്കിയിട്ട് അവനാണെങ്കിൽ ഒരു ഒമേഗയാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹുവായോങ്ങിനെ സ്മെല്ല് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹുവായോങ് പെട്ടെന്ന് മാറിക്കളയാണ്. ആ ഒരു ടൈമിന് ഷുവായുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള യൂച്ചാൻ എന്ന് പറഞ്ഞ പയ്യൻ ആ പയ്യനെ നീ ഒന്ന് വെറുതെ വിട്, ആ പയ്യനൊരു ഒമേഗയാണ്, നീ എന്തിനാ അവനെ ശല്യം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ബോക്കീനെ മാറ്റി നിർത്തുന്നുണ്ട്. അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്കിയും ഹുവായോങ്ങും ഒക്കെ തന്നെ. അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ബോക്കിയാണെങ്കിൽ ഹുവായോങ്ങിൻ്റെ തോളത്തൊക്കെ കൈയിടുന്ന കാണുമ്പോഴത്തേക്കും എന്തോ ഷുവായുവിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ബോക്കിനെ പിടിച്ച് മാറ്റിയിട്ട് ഹുവായോങ്ങിൻ്റെ അടുത്ത് നീ കുടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് അവൻ റിജക്റ്റ് ചെയ്തെങ്കിലും ഷുവായു ആണെങ്കിൽ അവനെ നിർബന്ധിച്ച് അവൻ്റെ കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. കാറിൽ കയറി നിന്ന് പോകുന്ന ടൈമിന് നമ്മുടെ ഷുവായുവിന് ഇപ്പം ഹുവായോങ് ആ ഒരു ഹോസ്പിറ്റൽ ബില്ലായിട്ടുള്ള 6 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപ വെച്ച് തരാം എന്നൊരു രീതിയിൽ ഹുവായോങ് ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ ഷുവായുവിന് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഷുവായു പറയുന്നുണ്ട് നീയാണെങ്കിൽ എനിക്ക് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല, പകരം നീയാണെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആവാനായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹുവായോങ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നാൽ അവൻ പതുക്കെ റിജക്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഷുവായുവിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൈസ തിരിച്ചു തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഹുവായോങ്ങിൻ്റെ ബോധം പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷുവായുവിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് ബോക്കിയാണെന്ന് തോന്നുന്നു. ബോക്കിയാണെങ്കിൽ ഇവനൊരു മെസ്സേജ് അയച്ചിട്ട് നിൻ്റെ ആ ഒരു ഫ്രണ്ടായിട്ടുള്ള പയ്യനില്ലേ നീ ഇന്ന് കൊണ്ടുവന്നു ഹുവായോങ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ, എനിക്ക് ആ പയ്യനെ നല്ല ഇഷ്ടപ്പെട്ടു, നീയും അവനും ഡേറ്റ് ചെയ്തിട്ട് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണേ, ഞാൻ അവനെ ഡേറ്റ് ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു പറഞ്ഞ കാര്യം ഇവനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹുവായോങ്ങിൻ്റെ വീടെത്തുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവായോങ്ങിൻ്റെ ബോധം വരുന്നുണ്ട്. അവനാണെങ്കിൽ ചെറുത് മയങ്ങിപ്പോയതായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ എൻ്റെ സ്ഥലമെത്തി ഞാൻ എന്നാൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.